ഒരു 84-കാരിയായ ഒരു മുത്തശ്ശിയാണ്, ഇവർ കൊറിയക്കാരിയാണ്, മരണത്തിൻ്റെ വായിൽ നിന്ന് അത്ഭുതകരമായി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അർബുദം ബാധിച്ചിരുന്നു. ശ്വാസകോശ അർബുദമായിരുന്നു ഇവരെ ബാധിച്ചിരുന്നത്. ഇതിനുള്ള ചികിത്സയിലുമായിരുന്നു മുത്തശ്ശി. 2019 ഇവർക്ക് അർബുദ ബാധ ഉണ്ടായതായി സ്ഥിരീകരിച്ചത്. അതിനുശേഷം നിരന്തരമായി ഇവർക്ക് ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു. പ്രായമായ ഒരു രോഗി എന്നുള്ള നിലയിൽ ഇവർക്ക് ഇമ്മ്യൂണോ തെറാപ്പിയാണ് നിരന്തരമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായി ഈ ക്യാൻസർ ബാധ ഇവരുടെ തലച്ചോറിനെയും ബാധിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ഇവരെ സുഖമരണം ഉറപ്പാക്കുന്നതിനായി പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റിയിരുന്നു. അവിടെയും ഇവർക്ക് ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ 100ാമത് ഡോസ് ഇമ്മ്യൂണോ തെറാപ്പി നൽകിയത്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെ നടത്തിയ സ്കാനിങ്ങിൽ ഇവർക്കിപ്പോൾ അർബുദ രോഗബാധയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. 84 വയസ്സായ ഒരാളെ സംബന്ധിച്ച് അവർക്ക് അർബുദ ബാധ ഉണ്ടാവുകയാണെങ്കിൽ, അതും ശ്വാസകോശ അർബുദമൊക്കെ വരികയാണെങ്കിൽ, അത് തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ അവർ പിന്നീട് ജീവിച്ചിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. ഡോക്ടർമാർ പറയുന്നത് ഇവരുടെ ശരീരത്തിന് മികച്ച പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും എന്നാണ്. നമുക്ക് എക്സർസൈസ് വഴിയും കൃത്യമായ ഭക്ഷണക്രമം വഴിയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ ദുഃഖി ഹോങ് എന്ന ഈ ഒരു മുത്തശ്ശിയാകട്ടെ തൻ്റെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പ്രതിരോധ ശേഷിയുടെ രഹസ്യം എന്താണ് എന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല.